ഇന്ന് 303 എം പിമാരെ വെച്ചാണ് രാജ്യം ഭരിക്കുന്നത്. അതിൽ 270 എം പിമാരാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. എന്നാൽ ആ 303 എം പിമാരിൽ ഏകദേശം 100-ലധികം 110 എം പിമാർ എന്ന് പറയുന്നത് പഴയ കോൺഗ്രസ്സുകാരാണ്. ഇതാണ് മോദിജിയുടെ യഥാർത്ഥ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അതായത് പഴയ കോൺഗ്രസ്സുകാർ, അതായത് രാഹുലിൻ്റെ ഈ ഇടതും വലതുമായി നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് നാളെ മോദിയുടെ ഇടതും വലതുമായി വരാനുള്ളത്. ഈ 10 വർഷം ഭരിച്ചത് തന്നെ ഈ ഒരു ഗ്യാരണ്ടിയുടെ പുറത്താണ്. ആശം 110 MLA പഴയ കോൺഗ്രസ്സുകാരാണ്. ആ കോൺഗ്രസ്സുകാർ കൊടുത്ത സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഈ 10 വർഷം മോദി നല്ല ഗ്യാരണ്ടിയോടുകൂടി തന്നെ ഭരിച്ചത്. ഇനിയിപ്പോൾ RSSനെ വിമർശിക്കേണ്ട പല കാര്യമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ വിമർശിക്കുന്നതിന് RSSനെ വിമർശിക്കുന്നത് കൃത്യമായി തുല്യമായെന്നേ. ഇനി നിലവിൽ രാഹുൽ ഗാന്ധിക്ക് ഗതി കിട്ടാതെ ഏകദേശം വയനാട്ടിൽ വന്ന് മത്സരിക്കുകയാണല്ലോ. ആ വയനാട്ടിൽ വന്ന് മത്സരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കൊടി തന്നെ ഉയർത്താൻ കഴിയുന്നില്ല. കോൺഗ്രസ്സുകാർ സ്വന്തം കൊടി ഉയർത്താൻ കഴിയുന്നില്ല. കാരണം ഇതൊരു ഫൈനൽ റിഹേഴ്സലാണെന്ന്. ഈ 2024 തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസിന് ഈ കൊടിയേ ഉയർത്തേണ്ടി വരില്ല. ആ ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. പിന്നെ എന്തിനാണ് അതിനുള്ള ഒരു ഫൈനൽ റിഹേഴ്സൽ മാത്രമാണ്. രാഷ്ട്രീയ പാർട്ടിക്ക് സ്വന്തം കൊടി ഉയർത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം രാഷ്ട്രീയ ദാരിദ്ര്യം എന്നത് വേറൊന്നുമില്ലാതെ പച്ച പരമാർത്ഥമാണെന്ന്. എന്തിനീ അന്തർധാരയിലേക്ക് പറയുന്നു? കൃത്യമായി ബാഹ്യമായി തന്നെ ധാരണ വ്യക്തമാണെന്ന്. സ്വന്തം 10 വർഷം ഭരിച്ച കേന്ദ്രമന്ത്രിയുടെ മകൻ ഇന്ന് എവിടെയാണെന്ന് നോക്കൂ. ആ അച്ഛന് എങ്ങനെ സ്വന്തം പുത്രനെ സ്വന്തം പാർട്ടിയിൽ പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരാൾക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രചാരണത്തിന് ഇറങ്ങാൻ വേണ്ടി കഴിയുമോ, അല്ലെങ്കിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി കഴിയുമോ? ഇനി അഴിമതിയെക്കുറിച്ച് പ്രസംഗിക്കാനാണെങ്കിൽ അഴിമതിയെക്കുറിച്ച് ഇനി ഒരക്ഷരം മോദിക്കുന്നുണ്ടാകാനുള്ള ഒരവകാശമില്ല. കാരണം അഴിമതിയുടെ പ്രസ്ഥാനം തന്നെയാണ് അദ്ദേഹം രൂപവൽക്കരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിക്കപ്പെട്ടിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് എന്ന അഴിമതിയുടെ പ്രസ്ഥാനം. നോക്കൂ, ഇപ്പോൾ CBIയും EDയും റെയ്ഡ് ചെയ്ത സ്ഥാപനങ്ങളിൽ നിന്നാണ് ഏകദേശം 1241 കോടി രൂപയുടെ വിവിധ കമ്പനികളിൽ നിന്നാണ് 1241 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വന്നിരിക്കുന്നത്. പച്ചയായി തന്നെ ആ ഒരു അഴിമതി എന്താണെന്ന് കൃത്യമായി വ്യക്തമാണെന്നേ. രാജ്യത്ത് ഇനി എന്തെങ്കിലും സാധനങ്ങൾ വിൽക്കാനുണ്ടോ? ബാക്കി ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങൾ ഇനി വിൽക്കാനുണ്ടോ? മോദിയുടെ കണ്ണട മാത്രമേ ഇനി ഊരി വിൽക്കാനുണ്ടോ. ബാക്കി എല്ലാം വിറ്റ് തെളിച്ചു കഴിഞ്ഞു. ഇനി നോക്കൂ, അഴിമതിയുടെ പ്രസ്താവനയുടെ കഥകൾ വരുന്ന ബോണ്ട്, ഇലക്ട്രൽ ബോണ്ട് വിഷയം വരുന്നത് വന്ന് മണിക്കൂറുകൾക്കകം തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിനെ പൂട്ടിയത്. ശരിക്കും കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ത് എന്ന് ചോദിച്ചതാരാണ്? രാഹുൽ ഗാന്ധി തന്നെയാണ്. കേരളത്തിൽ നോക്കൂ, ഒരു അനിൽ അക്കരെ എന്ന് ഇപ്പോഴും മെനങ്ങളുടെ മനസ്സിൻ്റെ അക്കരെ തന്നെയാണ് അനിലുള്ളത് എന്ന് എല്ലാവർക്കും ബോധ്യമാണ്. അന്വേഷണ ഏജൻസികളെ, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ മാടി വിളിക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിലെ ചില കോൺഗ്രസിലെ ചില കോന്തന്മാരുടെ വാക്കുകൾ കേട്ട് ആ താളത്തിനകത്ത് തുള്ളി ഒരു പാവയായിട്ട് മാറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്ത്യ സഖ്യം രൂപീകരിച്ചിട്ട് അവസാനം ഇന്ത്യ സഖ്യത്തിനെതിരെ തന്നെ കേരളത്തിൽ വന്ന് മത്സരിക്കേണ്ട ഗതികേടുണ്ടായത്. RSS തുറന്നു വെച്ച് അവർക്കിടയിലേക്ക് ചാടിക്കയറാനുള്ള ഒരു കഴിവ് ഇന്ന് ആവേശത്തോടെ ചാടിക്കയറുന്നത് ഇന്നത്തെ പഴയ മുഖ്യമന്ത്രിമാരുടെയും കോൺഗ്രസിലെ പഴയ മുഖ്യമന്ത്രിമാരുടെയും മക്കളൊക്കെ തന്നെയാണ്. എന്നിട്ടാണ് അന്തർധാരയെക്കുറിച്ച് ബാഹ്യമായി തന്നെ ധാരണയും എന്താണെന്ന് വ്യക്തമായി ജനങ്ങൾക്ക് മുമ്പിൽ പച്ചയായ പരമാത്രമായി തന്നെ പുറത്ത് പ്രതിഫലിക്കുന്നുണ്ടെന്ന്. കിഫ്ബി എന്നത് ഫെമ നിയമപ്രകാരം RBIയുടെ അംഗീകാരത്തോടുകൂടി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ്. അതാണ് കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. ആ വികസന പ്രവർത്തനങ്ങൾ തടയിടുക എന്ന ഒരൊറ്റ ഒരു ലക്ഷ്യം വെച്ചാണ് 2 വർഷമായിട്ട് തോമസ് ഐസക്കിൻ്റെ കിഫ്ബി ആവിഷ്കരിച്ച തോമസ് ഐസക്കിൻ്റെ പുറകെ ED നടക്കുന്നത്. അപ്പം എന്താണ് യഥാർത്ഥത്തിൽ RSS ചെയ്യുന്നത്? ശരിക്കും മറ്റുള്ളവരെ ചെളിവാരി അറിയുക. ഇപ്പം മുഖ്യമന്ത്രിയുടെ മകളെ പിടിക്കാൻ നടക്കുന്നു, അതിലൂടെ മുഖ്യമന്ത്രിയെ പിടിക്കാൻ വേണ്ടി നടക്കുന്നു. ഇതൊക്കെയാണ് കലാപരിപാടികൾ. ഇതെല്ലാം പിടിക്കണം, ED അന്വേഷണം നടത്തണമെന്ന് ആരാ പറയുന്നത്? കോൺഗ്രസ്സുകാരാണ് പറയുന്നത്. EDയെയും അന്വേഷണ ഏജൻസിയെയും മാടി വിളിക്കുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. എന്നിട്ട് പിണറായി വിജയൻ കത്തെഴുതി കൊടുത്തിട്ട് അന്വേഷണ ഏജൻസിയിലൂടെ കിടന്ന് വട്ടം കറങ്ങുന്നതൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുക എന്നുള്ളത് പ്രവൃത്തിപരമായി പച്ച പരമാർത്ഥം ചിന്തിക്കുകയാണെങ്കിൽ യഥാർത്ഥം എന്താണെന്ന് ജനങ്ങൾക്ക് മുമ്പിൽ തന്നെയുണ്ട്. രാജ്യമോ ഭരണഘടന ഇനി ഉണ്ടാവില്ലെന്ന്, അത് തന്നെയാണ് മോദിയുടെ അടുത്ത ഗ്യാരണ്ടി. കേരളത്തിലെ ഗവർണർ ആര് എന്ത് എന്ന് ഒരു ഫ്ലെക്സ് ഉയർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും എത്തിച്ചവരാണ് SFIക്കാർ അടുത്ത കാലത്ത്. ആ സമരം തന്നെ ഏറ്റവും നല്ലൊരു സമരമായിരുന്നു. ചേർത്ത് രേഖപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സമരം മുറയായിരുന്നു. കാരണം ആ ബാനറിനെതിരെ ശരിക്കും ഗവർണർ പ്രതിഷേധിക്കേണ്ട അവസ്ഥയായി. ആ അവസ്ഥ സൃഷ്ടിച്ച SFIക്കാർ ഇനി പ്രതികളാകുമെന്നേ അത്യാവശ്യം. ഇത് തന്നെയാണ് പ്രശ്നം. അപ്പം നല്ലത് ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും നല്ല അംശങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരെ ചെളിവാരി എറിഞ്ഞ് താമര വിരിയിക്കാൻ വേണ്ടി നോക്കി കഴിഞ്ഞാൽ അങ്ങനെയൊന്നും താമര വിരിയാൻ പോകുന്നില്ലേ. ലോകം കണ്ട ഏറ്റവും നല്ല അഴിമതി പ്രസ്ഥാനം, അഴിമതി സാധാരണ ചെയ്യുന്നതല്ല, അതിൻ്റെ ഒരു പ്രസ്ഥാനം തന്നെ രൂപീകരിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ആ രാജ്യം ഭരിക്കണമോ വേണ്ടയോ എന്ന് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ജനാധിപത്യവും മതേതരത്വവും ഒക്കെ രാഷ്ട്രത്തിൻ്റെ ആവശ്യമാണ്. അതിനുവേണ്ടി ഓരോ പൗരനും ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ അതിനെതിരെ പ്രതികരിക്കാതെ പ്രതിമയായിരുന്നാൽ എല്ലാ കാലത്തും പ്രതിമയായി തന്നെ കൈകൾ കൂട്ടിക്കെട്ടി ഇരിക്കേണ്ടി വരും എന്നും
നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്രയുമാണ് ഈ ഭാഗത്ത് പറയാനുള്ളത്.